ഭയമുള്ളവരായി അവർ ജീവിക്കുവാനായിട്ട് നമ്മൾ ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാരംഭ പ്രാർത്ഥന മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ള മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ലാസ്റ്റിൽ പാടിയതായ ഗാനങ്ങൾ വളരെ മനോഹരമായിരുന്നു. എന്താണ്? കടന്നുപോവാ, ദൈവസന്നിധിയിലേക്ക് കടന്നുപോകാൻ എന്നുള്ള പാട്ട്. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ, പുതിയ യെരൂശലേമിൽ എത്തുന്നതായ കാലം നമ്മൾ എപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തരയിലെ ക്ലേശങ്ങളൊന്നും സാരമില്ല എന്ന് നാം എണ്ണുന്നവരായിത്തീരും. പ്രിയപ്പെട്ട ബേക്കുട്ടു ബ്രദർ മധ്യസ്ഥ പ്രാർത്ഥന ഒരുപാട് വിഷയങ്ങൾ വെച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ഓരോ ഓർഡർ അനുസരിച്ചാണ് മനോഹരമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന ഓരോ ആഴ്ച നടത്തുക. അത് ഓർത്ത് സ്തോത്രം. ലാസ്റ്റിലായിട്ട് മിഷൻസ് ഇന്ത്യയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറയും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റി. ഗൾഫിന്റെ പ്രദേശമൊക്കെ നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മൾ അവിടെ ഉള്ളപ്പോൾ മാത്രമേ, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാകും. അവിടെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വേലകളെ നമുക്കാൽ കഴിയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. 100 മിഷണറിമാർ പ്രവർത്തിക്കുന്നു വിവിധ വേലസ്ഥലങ്ങൾ. ഇതിനൊക്കെയും വലിയ സാഹചര്യങ്ങൾ ആവശ്യമാണ്. ദൈവമക്കൾ അതിനകത്തൊക്കെല്ലാം നമ്മൾ വിധവയെ പോലെ 2 കാശാണെങ്കിലും അതിനിടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ ശുശ്രൂഷ നമ്മളായിരിക്കും. അതുപോലെ നമ്മൾ കേട്ടു അനേകരെ കുഞ്ഞുങ്ങൾ മരത്തിന്റെ കീഴിൽ ഹോസ്പിറ്റലിന്റെ അടുക്കൽ ഇരുന്നതായ ആ വ്യക്തി പെട്ടെന്ന് നല്ല ഹോസ്പിറ്റൽ അടുത്തുണ്ടായിട്ടും എന്താണ് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം രക്ഷിച്ചെങ്കിലേ നമ്മൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ലോകത്തിൽ നീക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ആരേക്കാളും ശ്രേഷ്ഠരായിട്ടല്ല, ദൈവത്തിന്റെ കരുണയാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. മനോഹരമായ സങ്കീർത്തനമാൽ വളരെ മനോഹരമായിട്ട് 35 സങ്കീർത്തനം പ്രിയ മകൻ വളരെ ഭംഗിയായിട്ട് വർഗീസ് ടൈറ്റസ് ബ്രദർ അബുദാബിയിലെ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. ദുബായിൽ വന്നപ്പോൾ അദ്ദേഹം അവിടെയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. നമ്മളെ ഓരോരുത്തരെയും എവിടെ അയച്ചാലും അവിടെ നമ്മൾ പ്രയോജനമുള്ളവരായിത്തീരും. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ദൈവം നമ്മളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ അവർ കർത്താവിന്റെ സാക്ഷികളായി തീരാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽക്കാലം ഇത്രയും പേർക്ക് സംബന്ധിപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വലിയ ദൈവ സാന്നിധ്യം, കർത്താവ് ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്ത് ഈ ആരിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ ശബ്ദമായിട്ട് ഇന്ന് രോഗികൾ സൗഖ്യമാകുവാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ, പുതിയൊരു ഉണർവ് വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയവായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടെ സന്നിധിയിലായിത്തീരുവാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയല്ലോ കർത്താവ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് യൂട്യൂബിൽ കൂടെ ഒക്കെ സംബന്ധിപ്പാൻ അവിടുന്ന് സഹായിക്കുന്നല്ലോ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മീറ്റിങ്ങിന് ശേഷം യൂട്യൂബിൽ കൂടെ അനേകർ കാണുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ. ഓരോ ഞായറാഴ്ച നടക്കുന്നതായ മീറ്റിങ്ങിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന് വേണ്ടി ഓരോരുത്തരെയും ബലപ്പെടുത്തി കൊണ്ടുവരുവാറാണ്. ഇന്ന് പകൽക്കാലം ആരൊക്കെ ഏതൊക്കെ വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്നു, നിന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് മറുപടി നൽകണമേ. ഇന്ന് അതിശയത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു പകൽക്കാലമാക്കി തീർക്കണമേ. അവിടുത്തെ വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കണമേ. ആയുസിനെ ദീർഘമാക്കണമേ. വഴിയിൽ വെച്ച് പട്ടുപോവാൻ ഇടവരുന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. ഞങ്ങളുടെ ശത്രുക്കളെ കുറിച്ച്, ദാവീദിന്റെ ശത്രുക്കളെ കുറിച്ച്, അവർക്ക് വേണ്ടി നന്മ ചെയ്തിട്ടും അവരിൽ നിന്ന് തിന്മ വന്നു, അത് ദൈവത്തിന്റെ ശത്രുക്കളാണ്. ദൈവത്തിന്റെ ശത്രുക്കൾ ദൈവമക്കളെയും ശത്രുക്കളാണ് എന്നൊക്കെയും പ്രിയമാനിൽ കൂടെ സങ്കീർത്തനിൽ കൂടെ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ കർത്താവ്. ഞങ്ങളുടെ ശത്രുവായിരിക്കുന്നതായ സാത്താനുമായിട്ട് സഖ്യത ചെയ്യുവാൻ ഒരിക്കലും ഇടവരല്ലേ കർത്താവെ. പിശാചാകുന്നല്ലോ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ലല്ലോ കർത്താവെ, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോക അധിപതികളോടുമാണല്ലോ കർത്താവ്. അതുകൊണ്ട് അന്ധകാര ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന പൈശാചിയുടെ കയ്യിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ. ഇന്ന് ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി തീർക്കണമേ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി ഇത് കേൾക്കുന്ന സകലരെയും, ഇപ്പോൾ കേൾക്കുന്നവരെയും ഇനിയും കേൾക്കുവാനുള്ളവരെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പൊതിയണമേ. അടിയുടെ നാവിനോടും ചിന്തയോടും എല്ലാം കൂടെ ഇരിക്കണം. അവിടുന്ന് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്ത് 2 കരങ്ങളും കൊണ്ടുവന്നിട്ടുള്ളവർ 2 കരം ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറച്ച് പേര് കൂടെ വീഡിയോ ഓൺ ചെയ്ത്, ബാക്കിയും കഴിവുള്ളവർ ദയവായിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്യുക. ഇത്രയും പേരെങ്കിലും ഇതിനു മുൻപ് കാണാൻ കഴിയുമല്ലോ. ഹോളിൽ ഇരിക്കുന്നവരെ കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതും കൂടെ കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ചെറിയെന്ന് തോന്നുന്ന, സിമ്പിളെന്ന് തോന്നുന്നതായ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു വിഷയമാണ്. വളരെ ലളിതമാണ്. എന്നാൽ അതൊക്കെയും വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ കാര്യമൊക്കെ ഏറ്റവും ലളിതമായിട്ട് പറയും. രക്ഷയെക്കുറിച്ചുള്ള വാക്കുകളൊക്കെ വളരെ ലളിതമാണ്. യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ളത് ഏറ്റവും ലളിതമാണ്. കാരണം ഏത് പിഞ്ചു പൈതൽ, നമുക്കറിയാം, ഒരു 3 വയസ്സുള്ള കുഞ്ഞിനോടും നമുക്ക് രക്ഷയെപ്പറ്റി പറയുവാൻ കഴിയും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായമായില്ലെന്ന് വിചാരിക്കരുത്. യേശുവാണ് രക്ഷകൻ. യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കും. ഞങ്ങളുടെ കൊച്ചുമോന്റെ അടുക്കൽ ഇപ്പോൾ 1-2 വർഷമായി കാണും.
കൊച്ചു കുഞ്ഞാണ്. എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചു. എന്നാൽ ഇന്നലെ കണ്ടുമുട്ടിയപ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചോദിച്ചപ്പോൾ കുഞ്ഞ് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതാണോ? ഉടനെ പറഞ്ഞ് ആന്ന്. കാരണം ആ ഓർമ്മ കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സുവിശേഷം എന്ന് പറയുന്നത് വലിയ സിമ്പിളാണ്. അതുകൊണ്ട് അത് ഏറ്റവും സിമ്പിളാണ്, ഏത് കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകും. അതാണ് രക്ഷ എന്നുള്ള ദൈവത്തിന്റെ ദാനമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ദൈവം, ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും സിമ്പിളായിട്ട് കർത്താവ് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും സർവശക്തനായ ദൈവം ഏറ്റവും വെളിമപ്പെട്ട് ഭൂമിയിൽ ഏറ്റവും താണവനായിട്ട് വന്നു. അതിനേക്കാളും താണ് ജീവിച്ച ആരുമില്ല. ഒന്ന് ജനിക്കുവാൻ സ്ഥലമില്ലാതിന്റെ സ്ഥലം, അങ്ങനെയാണ് കർത്താവ് ആയിരുന്നത്. മനുഷ്യപുത്രനോ തലചായ്പാൻ പോലും ഇടവില്ല അങ്ങനെയുള്ള സ്ഥാനത്ത്. കാരണം ഏറ്റവും ശക്തനായുള്ളവൻ, സകലത്തെയും നിർമ്മിച്ച ദൈവം അങ്ങനെ ആയിത്തീർന്നെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അതുപോലെ. അപ്പം പലയിടങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഈ വചനം അറിഞ്ഞില്ല എങ്കിൽ എന്താണ്, നാം മഠയരായി തീർന്നു പോകും. ദൈവവചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, ശക്തീകരിക്കുന്നത്, നമ്മുടെ ആയുസ് നീട്ടുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത്, സമാധാനം നൽകുന്നത് എല്ലാം ദൈവത്തിന്റെ വചനമാണ്. വചനം ക്രിസ്തുവാണ്. വചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് പിതാവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ വചനത്തിൽ കൂടെയാണ് കാണും. ദൈവത്തെ കാണണമെങ്കിൽ ക്രിസ്തുവിൽ കൂടെയാണ്. ക്രിസ്തുവാണ് ദൈവത്തിന്റെ വെളിപ്പെടൽ, ദൈവവചനമാണ് ദൈവത്തിന്റെ വെളിപ്പെടൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചുമോള് പെട്ടെന്ന് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തു. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന സന്തോഷമാണ്, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഓട്ടെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബുദ്ധികെട്ട മനുഷ്യരും ബുദ്ധിയുള്ള മനുഷ്യരും എന്നുള്ള വാക്കാ. അപ്പൊ ഏറ്റവും സിമ്പിൾ അല്ലേ? ഇതിനേക്കാളും സിമ്പിളായിട്ട് എന്താ ഉള്ളത്? ബുദ്ധികെട്ടവരും ബുദ്ധിയുള്ളവരും എന്നുള്ളതായ വാക്ക്. ദ ഫൂളിഷ് പീപ്പിൾ ആൻഡ് ദ വൈസ് പീപ്പിൾ, ഓർ ദ ഫൂളിഷ് പേഴ്സൺ ആൻഡ് ദ വൈസ് പേഴ്സൺ. ബുദ്ധികെട്ട മനുഷ്യനും ബുദ്ധിയുള്ള മനുഷ്യനും. ആലല്യം. അതുകൊണ്ട് ആരാണ് ബുദ്ധികെട്ട മനുഷ്യൻ? അതിനെപ്പറ്റി വളരെ വ്യക്തമായുള്ള ഡെഫിനിഷൻ സങ്കീർത്തനത്തിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ആരാണ് ബുദ്ധികെട്ട മനുഷ്യൻ? പെട്ടെന്ന് വേണം വീഡിയോ ചെയ്തിട്ട് പറയാം. നമ്മുടെ സമയം ചുരുക്കുക. ഇങ്ങനെ ഒന്നോ രണ്ടോ ചോദ്യമൊക്കെ ചിലപ്പോൾ ചോദിക്കത്തുള്ളൂ, കാരണം സമയമില്ലാത്തതുകൊണ്ട്. കൊച്ചുമോള് ചിരിച്ചോണ്ട് പറയുന്നോണ്ട്, ഇരിക്കുന്നോണ്ട്, സന്തോഷത്തോടെ ഇരിക്കുന്നോണ്ട് ചോദിക്കുക, ആരാണ് മോളെ ബുദ്ധികെട്ട മനുഷ്യൻ? പറഞ്ഞാണ് ആരാണ്? ദൈവം പറയുന്നത് പറഞ്ഞേ, മൈക്ക് ഓൺ ചെയ്ത് പറ. ആരെങ്കിലും ഒക്കെ പറ, ആരാണ് ബുദ്ധികെട്ട മനുഷ്യൻ? മൂഢൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ മൂഢൻ ആരാണ്? ഇപ്പൊ വേദത്തിലുണ്ട്, വാക്യമുണ്ട്, മൂഢൻ. ആരും പറഞ്ഞില്ല, ഞാനങ്ങ് പറയും. ആരല്ലേ? പണ്ടൊരു ക്ലാസ് ടീച്ചറെ പിള്ളേരോട് കറക്റ്റ്, വളരെ കറക്റ്റ് ആണ്. അതെ, മണ്ണിന്മേൽ വീട് പണിത മനുഷ്യൻ മൂഢനാണ്. അത് സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ. പഴയ നിയമത്തിൽ മൂഢൻ ആരാണെന്ന് പറയാമോ? പഴയ നിയമത്തിലെ മൂഢൻ ആരാണ്? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ക്ലൂ തരാന്നുണ്ട്. എല്ലാവരും പറയുന്നത് എനിക്കറിയാം. മൂഢൻ ആരാണ്? ആകട്ടെ, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് മൂഢൻ ആരാണ്. ആരാ പറഞ്ഞു? ആട്ടെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഉള്ള ക്ലൂ എല്ലാം തരാം. 2 സങ്കീർത്തനം, ഒരുപോലുള്ള സങ്കീർത്തനം, ഒരേ വാക്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത 2 സങ്കീർത്തനം, അതിനകത്ത് മൂഢനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ ക്ലൂ എന്താ വേണ്ടിയത്? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ മിലൻ കുര്യൻ, പറഞ്ഞേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അതെ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ. അപ്പൊ എത്ര സിമ്പിൾ ആണ്, ഇല്ലയോ? വളരെ സിമ്പിൾ. അതുകൊണ്ട് നമ്മൾ സിമ്പിളായുള്ള കാര്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവമില്ല എന്ന മൂഢൻ, എന്താ പറയും? ബാക്കിയും കൂടെ പറ. ദൈവമില്ല എന്ന മൂഢൻ, ബാക്കി പറഞ്ഞേ. എവിടാ പറയുന്നേ? എന്റെ ഹൃദയത്തിൽ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ദൈവമില്ല എന്ന മൂഢൻ നാട്ടുകാരോട് പറഞ്ഞു നടക്കുകയല്ല, കൂട്ടായ്മയിൽ പറഞ്ഞു നടക്കുകയല്ല, പള്ളി പറഞ്ഞു നടക്കുകയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൂഢന്മാരെ നമുക്ക് എവിടെ നോക്കിയാലും തിരിച്ചറിയത്തില്ല. പറഞ്ഞു മനസ്സിലായി? നമ്മളോട് എന്തെങ്കിലും ദൈവമില്ലെന്ന് പറയുന്നവരെ നമുക്ക് പറയാം മൂഢനാണെന്ന് പറയാം. എന്നാൽ ഇവിടെ എന്താണ് നമുക്ക് തിരിച്ചറിയുന്നത്? അത് സമൂഹത്തിലെല്ലാം കാണാം, ഇവിടെയും ചിലപ്പം കാണും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. കൂട്ടായ്മകളിലും പള്ളികളിലും ആരാധനയുടെ എല്ലാം മധ്യത്തിൽ കാണാം. അവര് ഹൃദയത്തിലേ പറയത്തുള്ളൂ, ആരോടും പറയത്തില്ല. അവര് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാർ, അതുകൊണ്ട് നമ്മൾ കുറിവാക്യമായി വായിക്കാം. 14-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വായിക്കാമെന്നുണ്ട്. കാരണം ഓരോ സെക്കൻഡും വിലപിടിച്ചതാണ്. ശരിയായിട്ട് ഉപയോഗിക്കുവാൻ ദൈവനും പറയുന്നു. അതിലെനിക്ക് വളരെ എരിവിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. 14-ാം സങ്കീർത്തനം 1-2 വാക്യം ആരെങ്കിലും വായിക്കാവോ? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു.
താങ്ക് യു വെരി മച്ച്. ഒത്തിരി സന്തോഷം. ആക്റ്റീവ് ആയിരിക്കുക. നമ്മുടെ ശ്രദ്ധയെല്ലാം ഇവിടെ ആയിരിക്കും. നമ്മൾ ദൈവകരമാണ് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ അത് ഓഫ്ലൈൻ ആകട്ടെ ഓൺലൈൻ ആകട്ടെ ദൈവത്തിന്റെ വചനമാണെന്നുള്ള ഒരു വലിയ ഭയം നമുക്ക് ആവശ്യമാണ്. കാരണം ആ വചനം നമുക്ക് ക്രിയ ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട് ഈ കല്ലിന്മേൽ വീഴുന്നത് തകർക്കപ്പെട്ടും ഇത് ആരുടെയെങ്കിലും മേൽ വീണാൽ അവരെ ധൂളിപ്പിക്കുമെന്ന് പറയും. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഭയഭക്തിയോട് ദൈവസന്നിധിയിലായിരിക്കണം. ആര് കൂടെ ആണെങ്കിലും ദൈവം നമുക്ക് വചനം തരുമ്പോൾ നമുക്കുള്ളതായ വചനം അതിൽ കൂടെ ലഭിച്ചിരിക്കും. നമുക്കുള്ള സൗഖ്യം, നമുക്കുള്ള വിടുതൽ, നമ്മൾ അറിയാത്ത നമ്മുടെ വിഷയത്തിന് ബേബിക്കുട്ടി പറഞ്ഞ എന്താണ് അറിയാത്ത രോഗങ്ങൾ. അനേകരുടെ ഉള്ളിൽ പല രോഗങ്ങൾ കാണും. ചിലർക്ക് ക്യാൻസർ രോഗം കാണും. അത് വളർന്ന് പുറത്തു വരുമ്പോഴാണ് പലതും അറിയുന്നത്. ആലരി. അപ്പോൾ എല്ലാത്തിനും സൗഖ്യം ദൈവം നമുക്ക് തരും. ആന്തരിക രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കും. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വിടുതൽ തരും. ദൈവത്തിന്റെ വചനം നമ്മൾ വിലപ്പെട്ടതായി കരുതുകയും അതിന്റെ മുമ്പിൽ ഭയഭക്തിയോട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ സങ്കീർത്തനം ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിലാണ് പറയും. കൊണ്ട് മറക്കരുത്, ഹൃദയത്തിൽ പറയുന്നതായ മൂഢന്മാർ അവർ പറയുന്നു ദൈവമില്ല. ഹാലലി. എന്നിട്ട് എന്താണ്? അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഹാലലി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ ഹൃദയത്തിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മ്ലേച്ഛതയും പ്രവർത്തിപ്പാൻ. കാരണം ദൈവം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മ്ലേച്ഛത പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ഹാലലി. പാപം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് എന്താണ് ഇങ്ങനെയുള്ളവർ കരുതുന്നത്. ഹാലലി. അവർക്കറിയത്തില്ല അവർ മൂഢന്മാരാണെന്ന്. ദൈവം ഇത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർ മൂഢരായി തീർന്നിരിക്കുക. ഓ, ദൈവം ഇതൊക്കെ അങ്ങ് ക്ഷമിക്കും. മനുഷ്യർക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവര് ചെയ്യുന്ന എല്ലാം ഓക്കെ ആണെന്നുള്ളതാണ്. ഇല്ലയോ? ആരെങ്കിലും തങ്ങൾ വലിയ മോശക്കാരി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. നമ്മളെ പറ്റി പലരും പറയും. നമ്മളൊരു വാക്ക് വ്യത്യാസം വരുത്തിയാൽ, നമ്മൾ പ്രസംഗിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഒക്കെയും മറ്റുള്ളവർ നമ്മളെ കാണുന്നുണ്ട്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ലവർ അവരവരാ. തങ്ങളെക്കാൾ നല്ലവർ ആരും ഇല്ലെന്ന് അനേകം വിചാരം. അപ്പോൾ അങ്ങനെയുള്ളവരെന്താണ്? അവര് ഒരു ലൈസൻസ് എടുത്തേക്കാം എന്തോ ചെയ്യാൻ വേണ്ടി. ആരെ പറ്റി കുറ്റം പറയാം? 4 പേര് കൂടുന്ന സമയത്ത് ഏറ്റവും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറയാനുള്ള. ശരിയല്ലയോ? എവിടെ കണ്ടാലും 4 പേര് കൂടുമ്പോൾ സംസാരിക്കാൻ സമയം കിട്ടിയാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കും. ഹാലലി. എന്നാൽ ഇതൊന്നും ആയി തീരരുത്. ഹാലലി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും ദൈവം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഉള്ളത്തിൽ പറയുന്നത് ദൈവം ഇല്ല, ദൈവം ഇത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് മൂഢരല്ലെന്ന് വിചാരിക്കുന്ന അനേകരും ഇന്ന് മൂഢരാണ്. കാരണം ഹൃദയത്തിൽ അവർ ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം അവരെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല, പറയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ അവർ പറയുകയാണ് ദൈവമില്ല. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ആണല്ലേ? അതുകൊണ്ട് തെറ്റായിട്ട് ദൈവം മ്ലേച്ഛത എന്ന് പറഞ്ഞ എന്താണ്? ദൈവ വിശുദ്ധമല്ലാത്തതെല്ലാം മ്ലേച്ഛമാണ്. അശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധമല്ലാത്തതെല്ലാം അശുദ്ധമാണ്. മറക്കരുത്. മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഹാലലിയ. അതുകൊണ്ടാണ് അനേക ലിസ്റ്റ് വേദവസ്തു നമുക്ക് കാണാം. അസൂയ, പിണക്കം, ദന്മപക്ഷം, ജാരശങ്ക, അവിശ്വാസം എന്ന് പറയും ദൈവത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. അനുഗ്രഹത്തിന്റെ വലിയ തടസ്സം അവിശ്വാസം, അല്പവിശ്വാസം. ഇതൊക്കെ എന്താണ്? അനുഗ്രഹത്തിന് തടസ്സമാണ്. ഹാലലിയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസം എന്നത് വലിയൊരു വിഷയമാണ്. വിശ്വാസമില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇത് കഴിയും, എൻ്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കുന്നവരാണ്, എൻ്റെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടി നൽകും എന്നങ്ങോട്ട് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. അവിശ്വാസമുള്ള ഹൃദയത്തെ പറ്റി ദൈവം പറയുന്നത് ദുഷ്ടഹൃദയം എന്നാ പറയുന്നത്. മനസ്സിലായോ? അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയമാണ്. അപ്പൊ ദുഷ്ടഹൃദയത്തിൽ കൂടെ വരുന്നത് എന്താണ്? ദുഷ്ടചിന്തകളാണ്. ഹാലലിയ. കർത്താവ് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിത്തീരണം. കർത്താവ് ചിന്തയിൽ വിശുദ്ധനാണ്. ഹാലലിയ. വാക്കിലും പ്രവൃത്തിയും എല്ലാം വിശുദ്ധനാണ്. നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അത് പറയാൻ കഴിയണം. നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? എന്റെ ചിന്ത, എന്റെ പ്രവൃത്തി, എന്റെ സംസാരം വിശുദ്ധമാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കർത്താവിനെ പോലെ എല്ലായ്പ്പോഴും ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. വീണുപോയ മനുഷ്യ ജഡത്തിലുള്ളവരാണ് നാം. അതുകൊണ്ട് മർത്യരായി തീർന്നുപോയി. ഹാലലിയ. അതുകൊണ്ട് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നമ്മെ ആര് വിടുവിക്കും? അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അറിഞ്ഞുകൊണ്ട് ആ പാപം ചെയ്യരുത്. അറിഞ്ഞോ അറിയാതെയോ പാപപ്രവൃത്തികളോ വാക്കുകളോ വന്നാൽ ഉടനെ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കണം. ക്ഷമിച്ചു കിട്ടാത്ത പാപങ്ങളെല്ലാം നമ്മുടെ നേരെ നിലനിൽക്കും. മറക്കല്ലേ? ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരാളുടെ കടം മേടിച്ചേച്ച് ഈ കടം വാങ്ങിച്ചത് കൊടുക്കാതിരിക്കുന്ന കാലത്തോളം നീ കടക്കാരനാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് ദൈവം പാപങ്ങളെ മോചിച്ചു തന്നിട്ടില്ലെങ്കിൽ
അത് മോചനം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാത്തിടത്തോളം നിന്റെ പാപം നിന്റെ നേരെ നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ അത് നമ്മൾ അവകാശമാക്കണം. ചുമ്മാതെ വന്ന് ആരെയും ശുദ്ധീകരിക്കത്തില്ല. യേശുവിന്റെ രക്തം സകല പാപം ശുദ്ധീകരിച്ചില്ല, അതുകൊണ്ട് എന്റെ പാപം എല്ലാം അങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുക, പോയിരിക്കുക, അങ്ങനെ ആരും കരുത്. പാപക്ഷമ ചോദിക്കണം. മാനസാന്തരത്തിന്റെ അനുഭവം വരണം. കർത്താവിന്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗമാണ് മാനസാന്തരപ്പെടുക. യോഹന്നാൻ തുടങ്ങി കർത്താവ് തന്നെയാണ് മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. വാക്കിലെ, പ്രവൃത്തിയിലെ, ചിന്തയിലെ, ഇടപാടിലെ തമാശകൾ നമ്മൾ കടന്നു വരാം. ഇതൊക്കെ ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കണം. കാരണം ദൈവം വിശുദ്ധനാണ്, കർത്താവിനെ പോലെ നാം ആയിത്തീരണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ആ മൂഢന്മാരുടെ കൂട്ടത്തിൽ മൂഢനല്ല എന്ന് കരുതുന്ന അനേകരും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് അവരവരെ പരിശോധിക്കണം. ഞാൻ മൂഢനാണോ, മൂഢയാണോ? ഹല്ലേലൂയ. എന്താണ് ഹൃദയത്തിൽ പറയുക? ഓരോ കാര്യങ്ങൾ ദൈവം കാണുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെല്ലാം മൂഢരാണ്. ഹല്ലേലൂയ. ദൈവവചനമാണ് പറയുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അതുകൊണ്ട് എല്ലാരെയും ഒന്ന് അടച്ചങ്ങ് പറയുകയാണ്, നന്മ ചെയ്യുന്ന ആരുമില്ല. ഒരുത്തൻ ദൈവത്തെ, എന്നിട്ട് എന്താണ് മൂഢനും ബുദ്ധിമാനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ വാക്യം വായിച്ചത്? ആരെങ്കിലും വായിച്ചേ? രണ്ടാം വാക്യം അയച്ചോ? മൈക്ക് ഓൺ ചെയ്യണം. മൈക്ക് തന്നെയൊക്കെ അവരുടെ വീട്ടിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ, ഞങ്ങൾ കേൾക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കണം. വളരെ ശക്തമാണ്. ദാവീദിന്റെ സങ്കീർത്തനം, ദാവീദിന്റെ ഒരു ധ്യാന സങ്കീർത്തനമാണ്. ഇത് പുതിയ നിയമത്തിലും കോട്ട് ചെയ്യപ്പെടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇത് രേഖപ്പെടുത്തിയിരിക്കും. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ഈ ഹൃദയത്തിൽ മൂഢതയുള്ളവരാണെങ്കിലും ഹല്ലേലൂയ, അവർ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ബുദ്ധിമാന്മാരായിത്തീരും. അതുപോലെ തന്നെ സദൃശവാക്യത്തിലൊക്കെ പറഞ്ഞുള്ളൂ, ഈ ഭോഷന്മാരും മിണ്ടാതിരിക്കാന്നുണ്ടെങ്കിൽ ആ ഭോഷനെയും ജ്ഞാനി എന്ന് കരുതുന്ന പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. ഭോഷനായ മനുഷ്യൻ മിണ്ടാതിരിക്കാന്നുണ്ടെങ്കിൽ അവൻ വലിയ സീരിയസ് ആണ്, അവൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകം കരുതുമെന്നാ പറയും. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി എന്താണ്? ഹൃദയത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരായിത്തീരും. അതുകൊണ്ട് സർവ്വലോകവും സകല മനുഷ്യരും മൂഢരുടെ കൂട്ടത്തിലാണ്. എല്ലാവരും എന്താണ്? മൂഢത്വം കാണിക്കുന്നവരാണ് മൂഢർ. തെറ്റ് ചെയ്യുന്നവരെയാണ് മൂഢർ എന്ന് വിചാരിക്കുന്നത്. ഫൂളിഷ് പ്രവൃത്തി, ഫൂളിഷായുള്ള വാക്കുകൾ, ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ മൂഢരുടെ കൂട്ടത്തിലായി കഴിഞ്ഞു. എന്നാൽ ദൈവം അന്വേഷിക്കുകയാണ്, അവരെ എങ്ങനെയായി തീരുകയാണ്? ബുദ്ധിമാന്മാരായി തീരുക. ആരാണ് ബുദ്ധിമാന്മാർ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മളെ എല്ലാം നോക്കുക. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഇന്ന് അനേകരും ഇന്ന് കാണത്തില്ല. കാരണം ലോകത്തിന്റെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയായതുകൊണ്ട് അനേകരും ഇന്ന് സംബന്ധിക്കുന്നില്ല. ശരിയല്ലോ? ഞാനും ഈ മീറ്റിംഗ് ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകളിൽ അയക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് സംബന്ധിക്കും. ഇന്ന് റാസൽ കേമയിൽ നിന്നുണ്ട് മറിയാമ്മ സാമുവേൽ സിസ്റ്റർ സംബന്ധിക്കുന്നുണ്ട് താല്പര്യത്തോടെ. ഹല്ലേലൂയ. ചിലർക്ക് കുറച്ചു പേരൊക്കെ സംബന്ധിക്കും. എല്ലാ മീറ്റിങ്ങിലും പ്രിയദാസി സംബന്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രായമൊക്കെ ഉണ്ട്. നമ്മിൽ അനേകരും നല്ല പ്രായമുള്ളവരാണ്. എന്നാൽ എല്ലാം മാറ്റിവെച്ച് ഈ മീറ്റിങ്ങിലൊക്കെ സംബന്ധിക്കുന്ന ഒരനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹം. കാരണം വചനം ശക്തമാണ്. ആ വചനം എവിടെ അയക്കപ്പെടുന്നു അത് ബന്ധനങ്ങളെ അഴിച്ചു കളയും. ഹല്ലേലൂയ. അവിടെ സൗഖ്യം വരും. ഭവനത്തിലേക്ക് അനുഗ്രഹം. ഇന്ന് കേൾക്കുന്ന വചനം, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നത്തേക്ക് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഇതിന് അനുഗ്രഹം ഉണ്ടാകും. ഓരോ പ്രാവശ്യം ദൈവനും പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു നദി പോലെ ഒഴുകും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ അങ്ങോട്ട് ഒഴുകും. അതുകൊണ്ട് വചനം കേൾക്കുവാൻ നമ്മൾ ആയിരിക്കണം. അതിനു വേണം പ്രാധാന്യം കൊടുക്കുവാൻ. എന്നെ സംബന്ധിച്ചോളം കഴിവുള്ളിടത്തോളം എവിടെയൊക്കെ കൂട്ടായ്മയുണ്ട്. ഫ്രൈഡേ പ്രയറിന് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട് സമയമുള്ളപ്പം. ഈ ചില ദിവസങ്ങളിൽ 3-4 സൂം മീറ്റിംഗ് ഉണ്ട്. എല്ലാത്തിലും സംബന്ധിക്കാൻ ശ്രമിക്കും. കാരണം ദൈവവചനം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹം, അസ്ഥികൾക്കൊരു ബലമാണ്. നമ്മളെ നാശത്തിൽ നിന്ന് വിടുവിക്കും. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. എന്തോ ഈ പുത്രനെ ചുംബിക്കുക എന്ന് പറയുന്നത്? വചനത്തെ ചുംബിക്കുക എന്നുള്ളതാണ്. പുത്രൻ ആരാണ്? വചനമാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ വഴിയിൽ വെച്ച് പട്ടുപോകത്തില്ല.
അതുകൊണ്ട് അനേകരെ കഴിഞ്ഞ ദിവസത്തെ ഓരോ ദിവസവും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾക്ക് പലർക്കും അത് ലഭിക്കുന്നുണ്ട്, ദയവായി കേൾക്കാൻ ശ്രമിക്കണം. ചില കൂടുതൽ സമയമുണ്ടെന്ന് കരുതി നിങ്ങൾ പലരും കേൾക്കാതിരിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്ന അനേകർക്ക് അനുഗ്രഹമായി തീരുകയാണ്. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉദ്ദേശിച്ചാണ്. എന്നാൽ അത് നിന്നോട് അടുത്തു വരികയില്ല. വശത്തും വലതുവശത്തും അനേകർ വീണാലും അനർത്ഥം ചുറ്റുപാടും അനേകരെ നശിപ്പിച്ചുകൊണ്ടിരുന്നാലും ദൈവമക്കളെ സുരക്ഷിതമായി കാക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവര്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ആവശ്യം ദൈവത്തിന്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ്, സുരക്ഷിതത്വമാണ്. മാത്രമല്ല എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. അതുപോലെ 99 സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം പറയുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എന്നാൽ പിശാചി ശ്രമിക്കുന്ന മനുഷ്യനെ വഴിയിൽ വെച്ച് വെട്ടിക്കളയുവാനാണ്. അതുപോലെ ഫലം കായ്ക്കാതിരിക്കുന്നതിനെ ഒക്കെ ദൈവം വെട്ടിക്കളയുന്നു. ചെറുപ്പത്തിലുള്ളവരെ, കുഞ്ഞുങ്ങളെയൊക്കെ ലോകത്ത് നിൽക്കുക, അവരെ കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയായിരിക്കാം. മാതാപിതാക്കൾ ഒരുപക്ഷെ അവർക്ക് വേണ്ടി വേണ്ടതുപോലെ പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട്, ഇടിവിൽ നിൽക്കാഞ്ഞുകൊണ്ട്, അങ്ങനെ പല റീസൺ കൊണ്ടാണ് പലരും ഫലം കായ്ക്കാതെ ഈ ലോകത്തിൽ നീക്കപ്പെടുന്നത്. അതുകൊണ്ട് മറന്നു കളയരുത്. എല്ലാവരും ചിലർ പറയാൻ ശ്രമിക്കില്ല, അവന്റെ സമയം അത്രയേ ഉള്ളായിരുന്നു, ആ ആയുസ് മരിക്കേണ്ടതാകുന്നു. എന്നാൽ ദൈവജനം നാം ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദൈവം വെച്ചിരിക്കുന്ന ആയുസിന് മുൻപായിട്ട് ഈ ലോകത്തിൽ നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പിശാചാണ് നോക്കുന്നത്. അതുകൊണ്ട് പിശാചി ജയമെടുക്കുവാൻ സമ്മതിക്കരുത്. ദൈവം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവനാണ്, നിന്റെ പ്രശ്നങ്ങളെ മാറ്റിത്തരുന്നവനാണ്, നിന്റെ ഞെരുക്കത്തെ മാറ്റുന്നവനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതങ്ങോട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന മൂഢരായി തീരരുത്. ദൈവവചനത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം മൂഢരാണ് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് 53-ാം സങ്കീർത്തനത്തിലും അത് തന്നെ നമുക്ക് 6 വാക്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന കാണുവാനായിട്ട് കഴിയും. ദാവീദിന്റെ ഒരു ധ്യാനമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവമില്ലെന്ന് പറയുന്ന മൂഢരായി തീരരുത്. അങ്ങനെയുള്ള, അതായത് ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് മൂഢരായി തീർന്നിരിക്കുക. എന്നാൽ അതിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരണം. ദൈവത്തെ അന്വേഷിച്ച് ചെല്ലണം. അന്വേഷിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. മറക്കല്ലേ, ചുമ്മാതെ വന്ന് ദൈവം ആരോടും അങ്ങനെ ഇടപെടാറില്ല. ചിലപ്പോൾ ഒരു അനേകര് നിങ്ങൾക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തി ചോദിക്കാതെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഇടപെടും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, അല്ലെങ്കിൽ അവരവർ ദൈവത്തെ അന്വേഷിക്കുക. അതുകൊണ്ട് ബുദ്ധിമാന്മാരായി തീരണം. ആരാണ് മൂഢരല്ലാതെ ബുദ്ധിമാന്മാരായി തീരുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരണം. ഇന്ന് പൽക്കാലം കർത്താവ് എനിക്ക് ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലായി തീരണം. അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും, പലരെയും നീതിയിലേക്ക് നടത്തുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധിമാന്മാരായി തീരുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാം ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കും. പ്രിയമുള്ളവരെ, ആ നാൾ അടുത്തിരിക്കുക. നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. ലോകത്തിന്റെ ചില ആഘോഷങ്ങളുടെ മധ്യത്തിൽ ഇടപെട്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരുന്നത്. ചിലരൊക്കെ എന്താണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ? ഒരുത്തനോട് ഒരു ദോഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ? പാപം ചെയ്തുകൊണ്ടിരിക്കും, മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ നീ എടുക്കപ്പെടുമോ? ഇല്ല. അതല്ലേ, മറക്കല്ലേ. അതുകൊണ്ട് ഏത് സമയം കർത്താവ് വരാം. പാപം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. മനുഷ്യനെ നശിപ്പിച്ചുള്ളത് ആദിമ പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നടത്തിയത്. എന്നാൽ പാപത്തിനുള്ള രക്ഷ കർത്താവിൽ കൂടെ ഒരുക്കിയത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ്, ഔവ തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് നമുക്കും തെരഞ്ഞെടുപ്പാ വെച്ചിരിക്കുന്നത്. ആര് യേശുവിനിൽ വിശ്വസിച്ച് യേശുവിനെ തെരഞ്ഞെടുക്കുന്നു അവർ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. നിനക്കൊരു ക്രിസ്തീയ പേര് പത്രോസ് എന്നോ യാക്കോബ് എന്നോ യോഹന്നാനെന്നോ ഡബിൾ ക്രിസ്ത്യൻ പേരിട്ടാലും ഒന്നൊരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അത് പത്രോസ്, തോമസ്, യോഹന്നാൻ എന്ന് പേരിട്ടാലും രക്ഷപ്പെടത്തില്ല. ഈ 3 പേരും രക്ഷിക്കത്തില്ല. കർത്താവാണ് രക്ഷിക്കുന്നത്. അതുകൊണ്ട് പേരുകൊണ്ട് ആരും ക്രിസ്ത്യാനിയായി തീരത്തില്ല. യേശുവിനെ തിരഞ്ഞെടുക്കാം. ഇതിൽ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന സകലരും അനുഗ്രഹം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം. അതുപോലെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ഒറ്റ വാക്ക് മതി നമ്മുടെ സൗഖ്യം വരുവാൻ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ കർത്താവിനോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇപ്പോൾ മറുപടി കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നവൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അനുഭവിച്ചറിയണം. യഹോവ നല്ലവനെന്ന് കേട്ടറിയാനല്ല പറയുന്നത്, രുചിച്ചറിയണം. Taste and see that the Lord is good.
അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമാന്മാരായി തീരുവാൻ കഴിയും, അന്വേഷണന്മാരായി തീരണം. സദൃശവാക്യങ്ങൾ പലത് വായിക്കാൻ ശ്രമിക്കണം. കാരണം വേദോസ്തർ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് കാണുന്നതിന് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കണ്ണൊരു വാക്യത്തിൽ വീണാൽ നിങ്ങളുടെ കണ്ണിൽ കൂടെ ദൈവം അനുഗ്രഹത്തെ പ്രവർത്തിക്കും. സദൃശവാക്യങ്ങൾ 18:2 പറയുന്നു, തന്റെ ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നു, പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ സഹായിക്കട്ടെ. അപ്പോൾ തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ ഇഷ്ടമില്ല. താങ്ക് യു ബ്രദറെ. ഇപ്പൊ മൂടന്റെ വേറൊരു സ്വഭാവം എന്താണ്? തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ ബോധത്തിൽ ഇഷ്ടമല്ല. എ ഫൂൾ ഹാസ് നോ ഡിലൈറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഇൻ എക്സ്പ്രസിങ് ഹിസ് ഓൺ ഹാർട്ട്. അതായത് നല്ലത് മനസ്സിലാക്കാനും മനസ്സില്ലാത്തവരാ. നോക്കണം, ഈ വചനം പറഞ്ഞാൽ അതിന് ഏറ്റെടുക്കാൻ മനസ്സില്ലാത്തവരെ എല്ലാം മൂടനെന്നാ വിളിക്കുന്നത്. ഹല്ലേലൂയ. അത് തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന് ബോധത്തിൽ, ബോധം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അറിവിന് അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് മൂഢരായി ജീവിക്കുന്നു. അറിവില്ലായ്മ കൊണ്ടാണ് ഇന്ന് അനേകര് നശിക്കുന്നത്, മനസ്സിലാക്കണം. പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു പോകുന്നു ദൈവം പറയുന്നു. പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അറിവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡമാണ്. പരിജ്ഞാനം ഇല്ലാത്തതിനാൽ ദൈവത്തിന്റെ ജനം നശിച്ചു പോകുന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മൂഢന്മാർക്ക് എന്താണ്? ഈ പരിജ്ഞാനം പ്രാപിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് പരിജ്ഞാനം സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മൂഢരായി പോകുന്നത്. വീണ്ടും സദൃശവാക്യം 28:26 ആരെങ്കിലും എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കും. വേഗത്തിൽ എടുക്കുന്ന കാണുമ്പോൾ വലിയ സംതോഷമാണ്. സ്വന്തം ഹൃദയത്തിൽ മൂഢൻ ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. നോക്കണം, മൂടന്റെ ഡെഫിനിഷനാ ഇതൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നത് മൂടനെ പറ്റി ആയതുകൊണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിക്കരുത്. പ്രൈസലോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വാക്യങ്ങളൊക്കെ കുറിച്ചെടുക്കണം. നമുക്കൊരു അല്പസമയം കൊണ്ട് ഈ വചനം കുറച്ചൊക്കെ നമുക്ക് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ തന്നു ഉള്ള ഒരു മെസ്സേജ് മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. നമ്മുടെ സമയം ഇതൊക്കെ പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ വേണം. കർത്താവൊക്കെ 3-4 മണിക്കൂറൊക്കെയാ ദൈവനം ഘോഷിച്ചത്. ഇന്ന് നമ്മുടെ സമയമെല്ലാം ചുരുക്കമാണ്. ഗുളിക രൂപത്തിൽ കുറച്ച് സമയം നമുക്കുള്ളൂ. എന്നാൽ അതിനെ നമ്മൾ വിലപ്പെട്ടതായി കണ്ടിട്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവവചനം എടുത്ത് ഈ വിഷയം അങ്ങോട്ട് പഠിക്കാൻ ശ്രമിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ രേഖപ്പെടുത്തി അനേക വാക്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുക, സ്വന്തം ചിന്തകളിലാണ് ആശ്രയിക്കുക. അപ്പോൾ നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പരിപാടിയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ദയവായിട്ട് ചിന്തിക്കണം. ചിലരൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അവർ എന്ത് ചിന്തിക്കുന്നോ എന്ത് കേൾക്കുന്നോ എന്ന് അവരവർക്ക് മാത്രമേ അറിയാവൂ. അടുക്കളയിൽ നിന്നുകൊണ്ടാകുമോ അതോ വീട്ടിൽ കിടന്നുകൊണ്ടാകുമോ ആർക്കും അറിയത്തില്ല. ഏതായാലും ശ്രദ്ധയോടെ കേട്ടാൽ നല്ലതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാ. സ്വന്തം ഹൃദയത്തിൽ, അതായത് ഹൃദയത്തിന്. അതുകൊണ്ട് പലരും ഇന്നാണ് സ്വന്തം ഹൃദയം പ്രകാരം നടക്കുന്നത്. ഇന്ന് ലോകത്തിൽ അനേകരും നടക്കുന്നത് അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന സ്വന്തം ഹൃദയം കൊണ്ടാ. ഹൃദയം പറ ആ വൃക്ഷഫലം കാണുവാൻ നല്ലതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യെന്ന് കണ്ടപ്പോൾ സ്വന്തം ഹൃദയപ്രകാരം അവളങ്ങ് ചെയ്തു. ദൈവത്തോട് ചോദിച്ചില്ല, ദൈവ വചനം എന്താണെന്ന് അവൾ ചിന്തിച്ചില്ല, ദൈവ കൽപ്പന എന്താണെന്ന് അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവൾ വീണു. അവൾ വീണതോടുകൂടെ സകല മനുഷ്യരും വീണു. ഇന്നും മനുഷ്യൻ വീണുകൊണ്ടിരിക്കുക. ആ വീഴ്ചയിൽ നിന്നുള്ള രക്ഷ രണ്ടാം മാതാമായ കർത്താവിൽ കൂടെ നമുക്ക് പകൽ പോലെ ഒരുക്കി തന്നിരിക്കുക. എന്നാൽ ഇന്ന് ഹവ്വയേക്കാൾ അധികം തെറ്റ് തിരഞ്ഞെടുക്കുന്നവരാണ് ഇന്ന് ലോകത്തിൽ എല്ലാവരും. ഹല്ലേലൂയ. നല്ലത് ലഭിച്ചിട്ടും അത് സ്വീകരിക്കാതെ സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവരായി തീരുക. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. മറക്കല്ലേ, ഇതൊക്കെ ഒന്ന് കുറിച്ചു വെച്ചോണം. ആരാണ് മൂഢൻ? ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാരാണ്. അതുപോലെ എന്താണ്? ഹല്ലേലൂയ. തന്റെ മനസ്സ് വെളിപ്പെടുന്നതിലല്ലാതെ ബോധത്തിൽ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ താല്പര്യമില്ലാത്തവരെല്ലാം മൂഢനാണ്. അടുത്തതായി ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താണ്? മൂഢൻ രക്ഷിക്കപ്പെടത്തില്ലെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായോ? രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജ്ഞാനത്തോടെ നടക്കണം. സ്വന്തം ഹൃദയത്തിൽ. കാരണം മനുഷ്യൻ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ബാക്കി പറയാമോ വിഷമവുമുള്ള ദൈവത്തിൽ പറയുന്ന മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതാ. എത്ര ഭക്തരെന്ന് പറയുന്നാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വലിയ ആത്മീയരെന്ന് സ്വയം നടിക്കുന്നവരും ആരാണെങ്കിലും ശരി, അവരുടെ ഹൃദയത്തിൽ സ്വോത്രം പറയുമ്പോൾ വേറെ വല്ല ചിന്തയായിരിക്കും. നല്ലത് പറഞ്ഞ് അയ്യോ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ചിലപ്പം പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? പുറമേ പറയുന്നുണ്ട്, അകമേ ഇതൊന്നുമില്ല. ഹല്ലേലൂയ. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്ന മൂഢനാണ്. ഹൃദയപ്രകാരമല്ല.
നമ്മുടെ ഹൃദയപ്രകാരമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കണം. ദൈവം എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നാം ഇങ്ങനെ ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, എന്നാൽ ജ്ഞാനത്തോടെ നടക്കുന്നവന് രക്ഷിക്കപ്പെടും. അവന്റെ മൂഢത്വത്തിൽ രക്ഷിക്കപ്പെടും, അവൻ നിത്യതയുടെ രക്ഷ പ്രാപിക്കും. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കും. ആരാണ്? ജ്ഞാനത്തോടെ നടക്കുന്നവരായി തീരണം. ഹി ഹു ട്രസ്റ്റ് ഇൻ ഹിസ് ഓൺ ഹാർട്ട് ഈസ് എ ഫൂൾ, but whoever walks wisely will be delivered. Hallelujah. അതുകൊണ്ട് ബുദ്ധിയോടെ നടക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. പലരുടെയും വിചാരം 2 ദിവസം ശനിയാഴ്ച ഞായറാഴ്ച അവിടെ അവധിയായതുകൊണ്ട് അടിച്ചു പൊളിച്ചങ്ങ് കഴിയാവുന്ന. ഹാലലിയ. ഇവിടെ ഹാലലിയ അവധി കിട്ടുമ്പോൾ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതിനേക്കാളും ഇഷ്ടം പാർക്കിൽ പോകുന്നതാണ്. അങ്ങനെ എവിടെല്ലാം പോകുന്നതാണ്. ഹാലലിയ. ഒടുവിൽ നിങ്ങൾ അങ്ങ് പാർക്ക് ചെയ്യപ്പെടും, മറക്കരുത്. ഹാലലിയ. പ്രൈസല്ലേ, എങ്ങോട്ടും പോകാൻ കഴിയാതെ വേണം. ഹാലലിയ. യു വിൽ ഗെറ്റ് പാർക്ക്ഡ്. മറക്കരുത്. ഹാലലിയ. ദൈവത്തിന് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. താല്പര്യമുള്ളവരായി തീരണം. ഹാലലിയ. ജ്ഞാനത്തോടെ നടക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. ഭയത്തോടെ പ്രവാസകാലം കഴിക്കണം. ഇന്ന് മനുഷ്യർക്കില്ലാതെ പോകുന്നത് ദൈവ ഭയമാണ്. അയ്യോ, ദൈവത്തെ ഭയപ്പെടണം. സാത്താൻ പോലും എന്താണ്, പിശാചുക്കൾ എന്തോ ചെയ്യുകയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറയാമോ? പിശാചുക്കൾ ദൈവത്തിന് എന്തോ ചെയ്യും? ചോദിക്കാൻ പോയാൽ സമയം പോകുമ്പോൾ വിറയ്ക്കുന്നു എന്നാ പറയും. ദുരാത്മാക്കളും പിശാചുക്കളും വിറയ്ക്കുക. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ, അയ്യോ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താണ്? ഞങ്ങളുടെ സമയം ഇതുവരെ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം അവരുടെ നാശത്തിന്റെ സമയമുണ്ട്. അതിനു മുമ്പ് തന്നെ അവരെ ഉപദ്രവിക്കരുത്, ഞങ്ങളുടെ പാതാളത്തിലൊക്കെ പറഞ്ഞിരിക്കരുത് എന്നൊക്കെ പറയുന്ന പിശാചുക്കളെ കാണാം. പിശാചുക്കൾ എന്ന് പറയുന്ന വീണുപോയ ദൂതന്മാരെ മനുഷ്യരെക്കാണ് കപ്പാസിറ്റിയും ഉണ്ടായിരുന്നവരും ഇന്നും അവർക്ക് അങ്ങനെയുള്ള കപ്പാസിറ്റികൾ അനവധി ഉണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഹാലലിയ ദൈവത്തെ ഭയമില്ലാതെ ആയി പോകുന്നു. പിശാചുക്കൾ വിറയ്ക്കുന്നു. ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായതുകൊണ്ട് ദൈവം ഇല്ല, പിശാചുമില്ല. ഈ ലോകം ഈ ജീവിതം കൊണ്ട് അങ്ങ് തീരും. അതുകൊണ്ട് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു പഠിപ്പീരതാണ്. ദൈവഭയം പോയി. ഇന്ന് വേദപുസ്തകത്തിന് ക്രിസ്തീയ രാഷ്ട്രങ്ങളായിരുന്നിടത്ത് വേദപുസ്തകം വെക്കുവാനോ വാക്യങ്ങൾ എഴുതുവാനോ അനുവാദമില്ല. അതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ദേവാലയങ്ങൾ നല്ല ഗോത്തിക് സ്ട്രക്ചറോട് കൂടെ ഉണ്ടാക്കിയ മനോഹര ദേവാലയങ്ങൾ ഇന്ന് വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അയർലൻഡിലെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒക്കെ കേട്ടു കാണും. ഹാലലിയ. എത്രയോ ദേവാലയങ്ങൾ ശൂന്യമായി പോകുന്നു. ചിലതൊക്കെ അത് വിറ്റുപെറുക്കാൻ കാരണം എന്ന് അറിയാവോ? അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അതൊന്നും പറയുന്നില്ല, പലരുടെയും നിമിത്തമാണ്. ഹാലലിയ. അന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തോടെ നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവർ മൂഢരാ. അതുകൊണ്ട് ആരും വിചാരിക്കരുത്, തനിക്ക് തന്നെ നീതിമാന്മാരായി തോന്നരുത്. ദൈവം നമ്മെ നീതീകരിക്കണം. നാം വിറയലോടെ ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടെ ഇന്ന് ദൈവത്തോട് എടുക്കണം. ഓരോ ഭക്തനും പറയാൻ കഴിയണം, ഇന്നലത്തേക്കാൾ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കുക, തളരുകയാണ്. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഹാലലിയ. പ്രൈസ് ദ ലോർഡ്. ഹാലലിയ. സദൃശവാക്യം 28 വായിക്കുന്ന സമയത്ത് 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനം ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. ഹാലലിയ. പ്രൈസ് ദ ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയും, നമുക്ക് കാണുവാൻ കഴിയും. എടുക്കുവാൻ സമയമില്ല. ഹാലലിയ. സദൃശവാക്യം ഹാലലിയ 28 വീട്ടിൽ നിങ്ങൾ വായിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമനാണ്. നോക്കണം, തന്റെ പ്രകാരം വക്രയിൽ നടക്കുന്ന ധനവാനേക്കാൾ ആരാണ് ഉത്തമൻ? ദരിദ്രൻ. അതുകൊണ്ട് ദാരിദ്ര്യം ഓർത്ത് ആരും ഭാരപ്പെടരുത്. അതില്ലല്ലോ, ഇതില്ലല്ലോ, വലിയ വീടില്ലല്ലോ, മറ്റതില്ലോ, മറിച്ചതില്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം. നിനക്ക് തരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് അത് തന്നിരിക്കും. മറക്കല്ലേ. ഈ ലോക കാര്യങ്ങളെ കുറിച്ച് ഭാരപ്പെടരുത്. ഹല്ലേലൂയ. താമസമെന്ന് വിചാരിക്കുന്നതാണ് നന്മയായിത്തീരുന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് 25 വർഷക്കാലം അബ്രഹാമിന് വിശ്വാസത്തോടെ കാത്തിരിക്കേണ്ടി വന്നു. അതുമൊത്തം ഇന്ന് അബ്രഹാമിന്റെ തലമുറയെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ദൈവം നിന്റെ അനുഗ്രഹങ്ങളെ താമസിപ്പിച്ചാൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ താമസിപ്പിച്ചാൽ, അത് നിന്നെ ദൈവം കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കുവാനും നിന്റെ അനുഗ്രഹങ്ങൾ ഇരട്ടിയായി തരുവാൻ വേണ്ടിയാ.
ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, കേൾക്കാത്തവരല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ധൈര്യപ്പെടുക. താമസം വന്ന വിഷയത്തിന് മേൽ ദൈവം ജഡിതിയായി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. 25 വർഷം കഴിഞ്ഞപ്പോൾ 24ാമത്തെ വർഷം ആയപ്പോൾ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ അടുത്ത് വന്നു. അവരെങ്ങോട്ടാ പോകുന്നത്? സോദോം ഗോമോറ നശിപ്പിക്കാൻ പോവുക. അപ്പൊ ഒരിടത്ത് നാശവും ഇവിടെ ഇപ്പുറത്ത് വാഗ്ദത്തം നിവർത്തിയ. അടുത്ത വർഷം സാറായ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളുന്നു വ്യക്തമായി പറഞ്ഞു. അടുത്ത വർഷമായപ്പോൾ ഇസഹാക്ക് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞ് നിനക്ക് തിരിച്ചു ലഭിക്കും. അതൊരു മിസ്റ്ററി. ഹാലലിയ. വെള്ളത്തിന്റെ മുകളിൽ എറിയുന്ന അപ്പം എങ്ങനെയാ നിനക്ക് തിരിച്ചു വരുന്നത്? ദൈവം അത് നിനക്ക് തിരിച്ചു വരുവാൻ മതിയായവനാണ്. അതുകൊണ്ട് തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥം നടക്കുന്ന ദരിദ്രൻ ഉത്തമനാ. അത് മറക്കല്ലേ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയം വെക്കരുത്. ഒരുപാട് സമ്പത്ത് നിനക്ക് കുമിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ഒത്തിരി ഭയപ്പെട്ടോണം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം, യഥാർത്ഥത്തിൽ എന്താണ്? വടമെന്നാണ്. ഹിബൽ, ഗമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകമെന്നും വ്യാഖ്യാനിക്കാം, വടമെന്നും അല്ലെങ്കിൽ വലിയ കയറെന്നും വ്യാഖ്യാനിക്കാം. ആലോചിക്കുക, അതിന്റെ ട്രാൻസ്ലേഷൻ പറ്റിയ കുഴപ്പമാണ്. ഒട്ടകമല്ല, വടം സൂചിക്കുഴയെ കൂടെ കടക്കുന്നതിനേക്കാൾ ആലൊരു പോലെയാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. ആലലുയ. അതുപോലെ അതിന്റെ 11ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആരെങ്കിലും എടുത്ത് വായിക്കാം. 11ാം വാക്യം. തനിക്ക് തന്നെ ജ്ഞാനിയായി തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. നോക്കണം, ധനവാൻ തനിക്ക് തന്നെ. അതുകൊണ്ട് മൂടന്റെ ഒരു വലിയ ലക്ഷണം. അനേക ധനവാന്മാരും ഇന്ന് മൂടന്മാരാ. കാരണം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അയ്യോ എന്റെ ഗുണം കൊണ്ടാണ്, എന്റെ പ്രാർത്ഥന കൊണ്ടാണ്, എന്റെ നന്മ കൊണ്ടാണ്, ബാക്കിയുള്ളവരുടെ പ്രശ്നമെല്ലാം അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് ചിന്തിക്കും. ആലരിയ. അതുകൊണ്ട് ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. അപ്പൊ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നവരെല്ലാം മൂടന്മാരാണ് എന്നുള്ളത് മറക്കരുത്. ആലരിയ. ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. അപ്പോൾ തനിക്കാ തന്നെ ജ്ഞാനിയായി തോന്നുന്നവനെയൊക്കെ ഈ അപ്പുറത്ത് കിടക്കുന്ന ബുദ്ധിയുള്ള അഗതി ഉണ്ടല്ലോ, ഹാലലിയ, അവൻ ശോധന ചെയ്യുകയാണ്. ഈ ധനവാന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അഗതികളുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തെ ദൈവമക്കൾ എന്ന് പറയുന്ന ഭക്തരുടെ ജീവിതത്തെയാണ് ലോകം നോക്കുന്നത്. ഞാൻ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഹൗ ഡു വി ലിവ്? ഹാലലിയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനം നിമിത്തം എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. ദൈവമക്കളുടെ പ്രവൃത്തി നാം പഠിച്ചതിനും മനസ്സിലാക്കിയ ദൈവവചനത്തിന് ഒത്തവണ്ണമായിരിക്കണം. ഹാലലിയ. 13ാം വാക്യത്തിൽ വായിക്കുന്നു, തന്റെ ലംഘനം, നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. എന്താണ്? തന്റെ ലംഘനങ്ങളെ അടുത്ത വാക്യം കൂടെ 14 കൂടെ. എപ്പോഴും മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. നോക്കണം, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയിൽ. നോക്കണം, നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കരുത്. ചിലർക്ക് ചില പാപമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വലിയ പിണക്കവാ. അയ്യോ നല്ലതേ നമ്മളെ പറ്റി പറയാവുന്ന എല്ലാവരും വിചാരിച്ചിരിക്കും. അങ്ങനെ ഒരു പാപം നമുക്ക് വരും. നമ്മളെ വളർത്തുന്നത് എന്താണെന്നറിയാവോ? നമ്മളെ ഹർട്ട് ചെയ്യുന്നവരെ നമ്മളെ വളർത്തുന്നത്. നമ്മളെ ഹർട്ട് ചെയ്യുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കുന്നത്. അല്ല നീ നല്ലവനാണ്, നല്ലവളാണ്, അല്ലെങ്കിൽ അങ്ങ് ജീവിച്ചാൽ മതി, അയ്യോ നിന്നെ പോലെ നല്ലൊരു വ്യക്തി ആരുമില്ല എന്ന് പറയുന്നവർക്കൊന്നും നമ്മളെ വളർത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് എന്ത് ചെയ്യുന്നു? ചെത്തി വെടിപ്പാക്കുന്നു. ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കണം. ദൈവമക്കളെയാണ് ദൈവം ചെത്തുകയും വെടിപ്പാക്കുകയും ചെയ്യുന്നത്. ഈ ചെത്താൻ ഉപയോഗിക്കുന്ന കത്തിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ആരാന്നറിയാവോ? അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരാണ് ആ കത്തി. ചിലരെ പറ്റി നമ്മൾ പറയില്ല, അവൻ വലിയ കത്തിയാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവള് വലിയ കത്തിയാണെന്ന് പറയുന്നില്ലയോ? നിങ്ങൾക്കാർക്കും ഒരു ചിരി പോലും വരുന്നില്ല. എന്തോ ചെയ്യാനാണ്? അപ്പൊ തമാശ പറഞ്ഞാലും നിങ്ങളൊന്നും ചിരിക്കുന്നില്ല. ഓക്കെ, സാരമില്ല, അത് കേൾക്കാത്തതുണ്ടാവും. ചിലരെ പറ്റി പറ, അവൻ വലിയ കത്തിയാണല്ലോ എന്ന് പറയാ. എന്നാൽ ദൈവം ആ കത്തിയെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മളെ ശുദ്ധീകരിക്കാനാ, നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഈ ലോകത്തിലെ കത്തികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ കുറ്റം പറയുകയും നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന പറഞ്ഞാട്ടെ ഈ സ്തോത്രം എന്താ പറയാൻ നോക്കി? അലലിയ, അതോ കോട്ടുമായിട്ടതാ ഞാൻ? ഓക്കെ, തന്റെ ലംഘനങ്ങളെ ഇപ്പൊ വെബിൽ കൂടെ കാണുന്നവർക്ക് അത് രസമാ, മുഖാമുഖം കാണാവുന്നുണ്ട്, വേറെ ആരെയും കാണാൻ വയ്യാത്തോണ്ട് എന്നും പറയാനും പറ്റുന്നില്ല. ഒരു കത്തിയെ പോലെ അലലിയ ദൈവത്തിന്റെ വചനം എടുത്ത് ഉപയോഗിക്കുന്നു. അലലിയ. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലാഭിക്കും. അവയെ ഏറ്റുപറയുന്നവനെന്നല്ല,
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. പാപങ്ങളെ ഏറ്റുപറയണം. കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ ദൈവം നമ്മെ എപ്പോഴും ശുദ്ധീകരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴത്തെ ശോധന ചെയ്യുന്നു. ദൈവത്തിന്റെ ആഴത്തെ ശോധന ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ ശോധന ചെയ്യുന്നു. മനുഷ്യനുള്ള ആത്മാവ് മനുഷ്യരെ ശോധന ചെയ്യുന്നു എന്ന് ദൈവവചനം പറയുന്നു. ആത്മാവ് ശോധന ചെയ്യുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മെ ശോധന ചെയ്യുവാൻ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം. ലംഘനങ്ങളെ മറക്കുകയല്ല, അവ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിന് കരുണ ലഭിക്കും. എനിക്കും നിങ്ങൾക്കും ആവശ്യം കരുണയാ. അവന്റെ ദയ ജീവനേക്കാൾ നല്ലതാ. ഓരോ ദിവസവും എനിക്കും നിങ്ങൾക്കും കരുണ ആവശ്യമാണ്. അതുകൊണ്ടല്ലേ എബ്രായലേഖനത്തിൽ പറയുന്നത് 4-ാമത്തെ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിനും സഹായത്തിലുള്ള വര ലഭിക്കേണ്ടതിനുമായി ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലണം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരുണാസനത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലണം. മറ്റൊരുത്തരുടെ രക്ഷയില്ല പ്രിയമുള്ളവര്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെയുള്ള രക്ഷ ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ഹാലലിയ. അതുകൊണ്ട് എപ്പോഴും ദൈവഭയത്തോടിരിക്കണം, അല്ലാതെ മനുഷ്യനെ ഭയക്കുവാനല്ല പറയുന്നത്. ഹാലലിയ. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. അനേകർ അനർത്ഥത്തിൽ അകപ്പെടാൻ കാരണം ഹൃദയത്തെ കഠിനമാക്കുന്നതുകൊണ്ടാണ്. ഫറവോന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ അനർത്ഥത്തിൽ അകപ്പെട്ടു. അവൻ മാത്രമല്ല, അവനോടുകൂടെ നിന്ന എല്ലാവരും നശിച്ചു പോയി, അനർത്ഥത്തിൽ അകപ്പെട്ടു. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കരുതേ. ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പൽക്കാലം ദൈവം സംസാരിക്കുകയാണ്. 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനുമാകും. നോക്കണം, ബുദ്ധിഹീനനായിത്തീരണം. അത് മണ്ടന്മാരെ പറ്റി പറയുന്നത്. നമ്മൾ മൂഢന്മാരെ പറ്റിയും നീതിമാന്മാരെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജ്ഞാനികളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. മൂഢന്മാർ ജ്ഞാനികളായി തീരുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇവിടെ ബുദ്ധിഹീനനായ മൂഢനായ പ്രഭു മഹാപീഡകനാണ്. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം വിട്ട് ഓടണമാകും. നമ്മൾ വിട്ടോടേണ്ട കാര്യമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. അതുകൊണ്ട് സമ്പന്നനായിട്ടുള്ളതായ വലിയവന്മാരായിട്ടുള്ളതായ പ്രഭുക്കന്മാരായിട്ടുള്ളവര് ഹാലലിയ, അവർ പീഡകന്മാരായി തീരുമ്പോൾ ദൈവമക്കൾ വ്യത്യസ്തരായി തീരണം. അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. ആരെങ്കിലും എടുത്തെങ്കിൽ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. 18-ാം വാക്യം വായിക്കാമോ? രക്ഷിക്കപ്പെടും, നടപ്പിൽ വളർച്ചയുള്ളവനോ പെട്ടെന്ന് വീഴും. നോക്കണം, വളരെ വ്യക്തമായി പറയാം. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് എല്ലാം രക്ഷിക്കപ്പെടും. രോഗം വന്നാൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ദീനത്തിൽ നിന്റെ കിടക്കയൊക്കെ മാറ്റിവിരിക്കും. അവൻ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നിന്റെ സമ്പത്തിനെ അനുഗ്രഹിക്കും, നിന്റെ ജോലി സ്ഥലത്തെ അനുഗ്രഹിക്കും, നിന്റെ സകലത്തെയും അനുഗ്രഹിക്കും. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാത്തിലുള്ള രക്ഷവും ലഭിക്കും. എന്നാൽ നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്നാണ് വീഴുന്നത്. ദുഷ്ടന്മാരുടെ വീഴ്ച എന്ന് പറയുന്നത് അതിവേഗത്തിലാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അങ്ങനെ ആയിത്തീരും. 26-ാം വാക്യം വായിക്കാം വേഗത്തിൽ. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. നോക്കണം, മൂഢന്മാർ ആരൊക്കെയാണെന്നുള്ള ചില വാക്യങ്ങൾ മാത്രം നമ്മുടെ അല്പസമയത്തുള്ള എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, ധ്യാനിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ആരും മറന്നു കളയരുത്. ഹാലലിയ. നമ്മെ ശോധന ചെയ്യണം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ജ്ഞാനത്തോടെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാലലിയ. സദൃശവാക്യങ്ങൾ 10:8 നാം വായിക്കുന്നുണ്ട്, ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായനായ ഭോഷനോ വീണുപോകും. സദൃശവാക്യം 10:8. ജ്ഞാനഹൃദയൻ എന്തോ ചെയ്യും? കൽപ്പനകളെ കൈക്കൊള്ളുന്നു. ആരാണ് ജ്ഞാനഹൃദയർ? ദൈവത്തിന്റെ കൽപ്പനകളെ കൈക്കൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരാ. വിടുവായനായ ഭോഷനോ വീണുപോകും. ഭോഷന്മാര് പലപ്പോഴും വിടുവായന്മാരാ. അതുകൊണ്ട് വിടുവായന്മാരെ നിങ്ങൾ നോക്കിക്കോ. അവരെല്ലാം ദൈവം വിളിക്കുന്ന ഭോഷന്മാരതാ. എന്തും ഏതും എപ്പോഴും വിടുവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അവരെ ദൈവം പറയുന്ന എന്താണ്? ഭോഷനാണ്. വിടുവായനായ ഭോഷനോ വീണുപോകും, എന്നാൽ ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കാത്തുകൊള്ളുന്നു. ദ വൈസ് ഇൻ ഹാർട്ട് വിൽ റിസീവ് കമാൻഡ്സ്, ബട്ട് എ പ്രാറ്റിംഗ് ഫൂൾ വിൽ ഫോൾ. ഹാലലിയ. അതുകൊണ്ട് വിടുവായന്മാരായി തീരുത്. അതിൽ 10-ന്റെ 13-ഉം 14-ഉം വാക്യം നിങ്ങൾ വായിക്കുന്നുണ്ട്, വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടി കൊള്ളാം. അപ്പൊ ഈ മൂഢന്മാർക്ക് എന്താണ്? വടി കൊള്ളാൻ, അടി കൊള്ളാൻ മാത്രം അവര് വിളിക്കപ്പെട്ടവരാ. ഹാലലിയ. വിവേകിയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടി കൊള്ളാം. എന്നിട്ട് എന്താണ്? ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് കുരുള പറയാതിരിക്കണം. യഹോവയുടെ പർവ്വത്തിൽ ആർ കയറുമെന്ന് ചോദിച്ചത് പറയുന്നതാണ്.
നാവുകൊണ്ട് കുരുള പറയാതിരിക്കുന്നവർ. ഹല്ലേലൂയ. കള്ളം പറയുക എന്നുള്ളത് ദൈവമക്കൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല. പോഷ്ക് പറയുന്ന സ്വഭാവം ദൈവമക്കൾക്ക് ചേർന്നതല്ല. സത്യവാന്മാരായി തീരണം. ക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ നാം പറയുന്നത് സത്യം മാത്രമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളും. ഹല്ലേലൂയ. ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശമാണ്. ഇനി യെശയ്യാപ്രവചനം 32 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം, ഐസയ 32, 5-8 ഇങ്ങനെ വായിക്കുന്നു. ഭോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കുകയില്ല. നോക്കണം, ലോകത്തിൽ അനേക ഭോഷന്മാരെയാണ് ഉത്തമനെന്ന് ലോകം പറയുന്നത്. ശുദ്ധ മണ്ടത്തരം, ഭൂലോക മണ്ടത്തരം കാണിക്കുന്നവരെയാണ് ലോകം ബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. ലോകത്തിന്റെ ഗതി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ദൈവിക ചിന്തകൾക്ക് നേരെ എതിരാണ് ഈ ലോകത്തിന്റെ ചിന്തകൾ. അതുകൊണ്ടാണ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഒരു ദൈവത്തിന് യോഗ്യമല്ല ഈ ലോകം. സത്യം പറയുന്നവരെയാണ് അടിച്ചു താഴ്ത്തുവാൻ ശ്രമിക്കുന്നത്. സത്യം തുറന്നു പറയാൻ അനുവാദമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, രാഷ്ട്രങ്ങളിലൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്, ഇല്ലയോ? പല കാര്യങ്ങളും പറയാൻ അനുവാദമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തോളം, ദൈവവചനം പറയുകയാണ്, ഭോഷനെ ഇനി നീതിമാൻ ഉത്തമനെന്ന് വിളിക്കുകയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയില്ല. ഭോഷൻ ഭോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും. ഹല്ലേലൂയ. വലിയൊരു ലിസ്റ്റ് അവിടെ പറയുന്നത്. 5 മുതൽ 8 വരെയുള്ള വാക്യം നമ്മുടെ സമയം അനുവദിക്കുന്നത് നിങ്ങൾ അങ്ങ് മനസ്സിൽ വായിച്ചാട്ട്. എന്നാൽ 8-ാം വാക്യത്തിൽ പറയുന്നു, ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഉത്തമന്മാരായി തീരുന്നത്? നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഹൃദയത്തിൽ നല്ലതല്ലാത്തത് വരുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, മത്തായിയുടെ വേഗത്തിൽ ഞാൻ പോകുന്ന സമയം തീർന്നിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25:2 നമുക്ക് എല്ലാം അറിയാം. 10 കന്യമാരെ പറ്റി പറയുന്നു. അതിന്റെ ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും 50% ഫൂളിഷ് ആൻഡ് 50% വൈസ്. 10 കന്യമാരുണ്ട്, 50-50. ഹല്ലേലൂയ. പകുതി ഫൂളിഷും പകുതി ജ്ഞാനമുള്ളവരാണ്. ഹല്ലേലൂയ. അതിൽ അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. അതുകൊണ്ട് അതൊരു പരിച്ഛേദമാണ്. ഇത് സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. വിശ്വാസികളുടെ മധ്യത്തിലെ ഒരു പരിച്ഛേദമാണ്. പകുതി പേര് മണ്ടരും പകുതി പേര് ബുദ്ധിയുള്ളവരുമാണ്. കന്യകമാരാ. ഹല്ലേലൂയ. എല്ലാ ഇടവകളിലും സഭകളിലും ദേശത്തും ക്രിസ്തീയ കൂട്ടങ്ങളിലും എല്ലാം കാണാം, പകുതി പേര് മണ്ടരാണ്, പകുതി പേര് ബുദ്ധിയുള്ളവരാണ്. എന്നാൽ ദൈവം എങ്ങനെയാണ് അവരെ ബുദ്ധിയുള്ളത് കാണിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാരുടെ സദൃശ്യം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധി ഉള്ളവരും. അതിന്റെ അർത്ഥം ദൈവം അവർക്ക് ചിലർക്ക് ബുദ്ധി കൊടുത്തില്ല, ചിലർക്ക് ബുദ്ധി കിട്ടിയെന്നാ? അല്ല, എല്ലാവർക്കും ഒരുപോലെ ദൈവം ബുദ്ധി കൊടുത്താൽ എല്ലാവരും കന്യകമാരെ. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ചെയ്തത് നിമിത്തമാണ് അവർ ബുദ്ധി കെട്ടവരെന്ന് ദൈവം വിളിക്കുന്നത്. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. അവർ വലിയ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. അവർക്ക് തിരുവോണത്തിന് പോകാനേ സമയമുള്ളായിരുന്നു, അവർക്ക് ദൈവസന്നിധി വരാൻ അവർക്ക് സമയമില്ലായിരുന്നു. ഹല്ലേലൂയ. ശരിയല്ലയോ? ഞാനൊന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്താണ്? ബുദ്ധിയുള്ളവരെങ്ങനെയാണ്, ബുദ്ധി കെട്ടവർ അങ്ങനെയാണ്. വിളക്കിൽ എണ്ണ എടുക്കുന്നവനാണ് ബുദ്ധിമാൻ. അല്ലെങ്കിൽ ജാഗരിച്ച് ഒരു സമയവും ലോകത്തിന്റെ കാര്യത്തിന് ചെലവാക്കാതെ ജാഗരിക്കുന്നവരാണ്. അപ്പോൾ ബുദ്ധിയില്ലാത്തവരാണ് അവർ കരുതുന്ന ബുദ്ധിയുള്ളവരെന്ന്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബുദ്ധി ഇല്ലാത്തവർ വിചാരിക്കുന്ന അവരാണ് ബുദ്ധിയുള്ളവർ, അവർ ചെയ്യുന്നതാണ് കറക്റ്റ്. എന്നാൽ തങ്ങളെ തന്നെ ബുദ്ധി കെട്ടവരെന്ന് കരുതി, അയ്യോ എന്റെ ബുദ്ധികേടിന് ദൈവം സഹായിക്കണമെന്ന് പറഞ്ഞ് വിളക്കിലും പാത്രത്തിലും എല്ലാം എണ്ണ എടുത്തവരെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ബുദ്ധിയുള്ളവരായിട്ട്. അതുകൊണ്ട് 50 പേര് ബുദ്ധി കെട്ടവരാണെങ്കിൽ ബാക്കി 50 പേര് ഹല്ലേലൂയ ബുദ്ധിയുള്ളവരാ. 5 പേര് ബുദ്ധി കെട്ടവരാണെങ്കിൽ ബാക്കി 5 പേര് ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് ഏത് കൂട്ടത്തിലായി തീരും എന്നുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായി തീരുക. 4-മതായി എനിക്ക് പറയാനുള്ളത്, ഹി ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ് ഈസ് ഫൂളിഷ്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാത്തവരും മടയരാണ്. ആരെയൊക്കെയാണ് ദൈവം മടയരെന്ന് വിളിക്കുന്നത്? ഏതാനും കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങ് നിർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ 1-2 കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാകയില്ലല്ലോ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 5:17 വായിക്കുന്നു. ആരെങ്കിലും എടുത്തോ? എഫിഷ്യൻസ് 5:17. അത്ര പെട്ടെന്ന് എടുക്കാൻ ചില ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. ഹല്ലേലൂയ. എഫിഷ്യൻസ് 5:17. Therefore do not become unwise or foolish, but understand what the will of the Lord is. അതുകൊണ്ട് ആരാണ് ബുദ്ധിമാന്മാർ? ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇന്ന് എവിടെ ആയിരിക്കണം, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്
ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അല്ലാത്തവരെല്ലാം ഭോഷന്മാരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയും നടപ്പാൻ നോക്കുവീനെന്ന് തുടങ്ങിയാണ് പൗലോസ് അത് പറയുന്നത്. എടുക്കുവാൻ സമയമില്ല. ഹല്ലേലൂയ. അടുത്തതായി, നീ ഭോഷന്റെ നിന്നയായി തീരരുത്. അത് എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ അല്പം ഭോഷന്റെ നിന്നയായി തീരും? 39 സങ്കീർത്തനത്തിന്റെ 8 വാക്യം, എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുത്. അതുകൊണ്ട് ലംഘനം ചെയ്തവർ പാപവും തെറ്റും ചെയ്യുമ്പോൾ എത്ര ഭക്തനായിരുന്നാലും ഭോഷന്റെ നിന്നയായി തീരും. അതുകൊണ്ട് ലോകത്തിലെ ഉള്ളവർ നോക്കി നിന്നെ നിന്ദിക്കാൻ ഇടവരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കണം. അല്ലെങ്കിൽ എന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് പ്രിയമുള്ളവരെ, അവരുടെ നിന്നയായി തീരരുത്. തീരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവരവരുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. 7-ാമതായി, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നവർ മൂഢരാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:3 അതുകൂടെ വായിച്ചിട്ട് നിർത്താം. ഹല്ലേലൂയ. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:3 ആരെങ്കിലും വായിക്കാമോ? ഗലാത്യ ലേഖനം ഉണ്ടല്ലോ നിങ്ങളുടെ പുസ്തകത്തിൽ. പെട്ടെന്ന് എടുക്കുന്നവർക്ക് വായിച്ചാട്ടെ. ഗലേഷ്യൻ 3:3. ഓക്കെ, വായിച്ചോ. പെട്ടെന്ന് എടുക്കുന്നവർ കർത്താവ് ഒരു പ്രതിഫലം തരട്ടെ എന്നാ പറഞ്ഞത്. തോമസ് വായിക്കുന്നുണ്ട്. എല്ലാരും ഓഫീസിൽ വെച്ചാ മ്യൂട്ട് ആയിക്കൊണ്ട് വീട്ടിൽ ഇരുന്ന് വായിച്ചോണ്ട് ഞങ്ങൾ കേൾക്കത്തില്ല. അൺമ്യൂട്ട് എന്നോട് വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും ഒരു വാണിംഗ്. പലരും ചേർന്ന് വായിച്ചു. വളരെ താങ്ക്സ്. എന്നാൽ ചിലരുടെ നാവനങ്ങനെ കണ്ടുള്ളൂ, കാരണം അറിയാതെ അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോയത് കൊണ്ടാണ്. ഈ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? കുറഞ്ഞ ബുദ്ധികളൊന്നുമല്ല, ഭയങ്കര മണ്ടന്മാരെന്നാ പറയുന്നത്. ഭയങ്കരമായ ഫൂളിഷ് എന്നാ പറയുന്നത്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? കാരണം എന്താണ്? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഈ ചോദ്യം എല്ലാവരുടെ മുമ്പിൽ ഇന്നേ ദിവസം മുഴങ്ങട്ടെ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കരുത്. ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ വലിയ താല്പര്യത്തോടെ വന്നു. എന്നാൽ ഇന്ന് നീ നിൽക്കുന്ന എവിടെയാണ്? എല്ലാ കാര്യങ്ങളോടും പങ്കുചേർന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്ന് പാപികളുടെ വഴിയിൽ നിന്ന് പരിഹാസിയിടത്തിൽ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുന്നവർ ഓർത്തുകൊള്ളണം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നവരായി തീരരുത്. ആരംഭ ദിവസത്തെക്കാൾ അവസാന ദിവസമാണ് പ്രാധാന്യമുള്ളത്. ശിംശോനെ പോലെ വീണു പോകരുത്. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കും ദൈവപൈതലേ, ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിയിട്ട്, കർത്താവ് ആത്മാവ് കൊണ്ട് ആരംഭിപ്പാൻ എന്നെ സഹായിച്ചു, ജഡത്തിൽ അവസാനിപ്പാൻ ഇടവരരുത്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് പലരും വിചാരിച്ചിരിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിൽ പോകുന്നുള്ള എന്ത് വഷളത്വം കാണിച്ചാലും അങ്ങനെയല്ല. അതൊരു തുടക്കം മാത്രമാണ്. ആ രക്ഷയിൽ ജീവിക്കണം. രക്ഷ പൂർത്തിയായിത്തീരുന്നത് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തിൽ എത്തുമ്പോഴാണ്. അതുകൊണ്ട് അതുവരെയും നമ്മൾ ആ രക്ഷയിൽ നിലനിൽക്കണം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിക്കുന്നവരായി തീരാതിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ഒറ്റ വാക്യം കൂടെ ഞാൻ ചേർത്തെടുക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും. അതുകൊണ്ട് നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച കർത്താവ് ഹല്ലേലൂയ ജഡത്തിൽ പര്യവസാനിപ്പാൻ നമ്മളെ സമ്മതിക്കാതെ യേശു ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുവാൻ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് സ്തോത്രം. ഇന്ന് തന്ന വചനത്തിൽ ഒന്നും പാഴായി പോകരുതേ. അത് കേട്ട നിന്റെ മക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെല്ലാവരോട് തന്നെ എത്തിച്ചേരുവാണ്ടാക്കണമേ. ഇന്നിൽ സംബന്ധിച്ചവർ, ഓഫ്ലൈനായിട്ട് ഹോളിൽ കൂടിയവർ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഓൺലൈനായിട്ട് സംബന്ധിച്ചവർ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. യൂട്യൂബിൽ കൂടെ സംബന്ധിക്കാറുള്ളവരും ഈ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് മൂഢത്വത്തിന് വിടുതൽ പ്രാപിച്ച് ജ്ഞാനികളായി യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരിക്കാൻ ദൈവഭയത്തോടെ ജീവിച്ച് നിത്യയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യുവാൻ ഈ പകൽക്കാലം കേൾപ്പിച്ച ശക്തമായ വചനത്തിനായി സ്തോത്രം. നമ്മൾ ബുദ്ധിയുള്ളവരാണോ ബുദ്ധിയില്ലാത്തവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മളെ തന്നെ ദൈവസനെ വിനയപ്പെടുത്തിക്കൊണ്ട് ശോധന ചെയ്യാം. മണലിന്മേൽ പണിത ഹല്ലേലൂയ ബുദ്ധി കെട്ടവന്റെ സ്ഥിതിയാണോ നമ്മൾ, അതോ ഹല്ലേലൂയ
ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. വിളക്കിൽ എണ്ണയുള്ളവരായി കർത്താവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അതിനായി എന്നെ ഒരുക്കുമാറാണ് ദിവസം ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ദൈവഹിതത്തിനായി നമ്മളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവഹിതത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബേക്കുട്ടി മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് ബാബുച്ചാൻ ആശീർവാദം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ സയന സമയത്തിന് അടികൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പല ഭവനങ്ങളായിരുന്ന അടികൾക്ക് ഏവർക്ക് ഒരുമിച്ച് അല്പസമയം കൂടെ പരിശുദ്ധ പാദപീഠത്തിൽ കടന്നു വന്നു എൻ്റെ യേശുവേ ദാവീദ് പുത്രാന്ന് നിലവിളിപ്പാണ്ട് കൊണ്ടാടികൾ ഭാരങ്ങൾ തിരുസിനെ വിറക്കി വയ്ക്കുവാണ്ട് കൊണ്ട് നൽകുന്ന അനുഗ്രഹത്തിനെ നന്ദി ഉടങ്ങി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവേ ദേവി എന്ന് കടന്നു വന്ന എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ ആരെങ്കിലും ഏതെങ്കിലും ഭാരത്തോടെ വിഷമത്തോടെ രോഗത്തോടെയാണ് കടന്നു വന്നതെങ്കിൽ കർത്താവേ അവരെല്ലാം സൗഖ്യം കൊടുക്കണമേ, അനുഗ്രഹിച്ച് കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥന അനേക വിഷയങ്ങൾ വെച്ചുവല്ലോ. അനേക സഹോദരങ്ങൾ ക്യാൻസറിന്റെ മറ്റ് പല രോഗത്താൽ കഷ്ടപ്പെടുന്ന കർത്താവെ അവരെല്ലാം ഈ സൈനക്കല്ലാങ്ങളുടെ സൗഖ്യത്തിന്റെ കരങ്ങൾ തൊട്ട് മകളെ നീ സൗഖ്യം മഹാന്ന് അവിടുന്ന് അല്ലി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ വിവാഹപ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ വിവാഹം എല്ലാ സമയത്ത് നടക്കുക ആണ്ടൊക്കണം കർത്താവെ അവിടെ എല്ലാം ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നാട്ടിലാക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മാതാപിതാക്കളെ സഹോദരികളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ദൈവമേ അവിടുത്തെ ഉള്ളങ്ങനെ കാത്തോളം പ്രാർത്ഥിക്കുന്നു. അടികൾ പ്രാർത്ഥന സ്തോത്രം ജന്മച്ചപ്പൻ്റെ പൊന്നു പാദപ്പെടുത്ത് സമർപ്പിക്കുന്നു. അപ്പാ പിതാവേ ആമേൻ. വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ. പ്രൈസ് ദി ലോർഡ്. ബുധനാഴ്ച നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മിഷൻസ് ഇന്ത്യയുടെ ഒരു നമ്മുടെ കൺവെൻഷന്റെ കാര്യം പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ശനിയാഴ്ച നമുക്ക് കൺവെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ശനിയും ഞായറുമാണ്. എത്ര പേരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഓഫ്ലൈനിൽ കൺവെൻഷൻ കൂടാൻ സാധിക്കുന്നത്. അതിനാൽ മറ്റുള്ളവരെ ഈ വിവരം അറിയിക്കണം. ഈ ആഴ്ച തന്നെ ഫ്ലയർ എല്ലാവർക്കും അയച്ചു തരാം. അത് നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്ത് പേഴ്സണലായിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെടണം. ഈ പ്രാവശ്യത്തെ കൺവെൻഷന് കൂടുതൽ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമായിരിക്കട്ടെ. അത് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.